ഹലോ എവ്രി വൺ. നമ്മുടെ യൂട്യൂബ് വീഡിയോസിലൊക്കെ യൂസേഴ്സ് സ്ഥിരമായിട്ട് കോമെൻറ്റ്സിൽ ചില ഡൗട്ട്സും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഡൗട്ട്സിൻ്റെയും ക്വസ്റ്റ്യൻസിൻ്റെയും ഒക്കെ ആൻസേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ അതിന് നമ്മുടെ രജൻ സാറും ഉണ്ട്. സാർ, അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതൊക്കെ ടോപ്പേഴ്സിന് മാത്രം ഉള്ളതല്ലേ? നമ്മുടെ മിക്ക വീഡിയോസിൻ്റെയും താഴെ കോമെൻറ്റ്സ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണിത്. ഇത് ടോപ്പേഴ്സിന് മാത്രം ഉള്ളതാണോ സർ ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത്? അക്കാഡമിക് ഹിസ്റ്ററി വേണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ നമുക്കിപ്പം നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്നവരും ഉണ്ട്, പക്ഷെ ഒരുപാട് ക്ലിയർ ചെയ്യുന്നവർ ചിലപ്പോൾ അങ്ങനെ ഒരു അക്കാഡമിക് ഹിസ്റ്ററി, നല്ലൊരു അക്കാഡമിക് ഹിസ്റ്ററി ഉള്ളവരായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഒരു പ്രോപ്പർ കൺസിസ്റ്റന്റ് പ്രോപ്പർ ഷെഡ്യൂളൊക്കെ വെച്ച് പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഫൈൻ. ഇനി അടുത്തതായിട്ട് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ, ദിവസവും ഒരു 10 മണിക്കൂറെങ്കിലും പഠിച്ചാലല്ലേ ഇതൊക്കെ നടക്കൂ എന്നുള്ളൊരു അതൊരു വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നത്, എത്ര മണിക്കൂർ പഠിക്കണം, ഇത്രയും ഒരു ഡേയുടെ പകുതി നമ്മൾ അതിനുവേണ്ടി മാറ്റി വെക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ആ ഒരു ക്വാണ്ടിറ്റിയേക്കാളും കൂടുതൽ മാറ്റർ ചെയ്യുന്ന ക്വാളിറ്റിയാണ് മാറ്റർ ചെയ്യുന്നത്. നല്ല സ്റ്റഡി മെറ്റീരിയൽ ആണ്, നമ്മളത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ വെച്ചുകൊണ്ട് ഒരു പ്രോപ്പർ ഷെഡ്യൂൾ ഫോളോ ചെയ്താണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അത് ഈ പറയുന്ന വളരെ കുറച്ച് മണിക്കൂർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് 10 അവേഴ്സിന്റെ ഒരു ഹാഫ് മതിയായിരിക്കും ചിലപ്പോൾ നമുക്ക്. പക്ഷെ നമുക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിരിക്കണം, നല്ല മെറ്റീരിയൽ ഉണ്ടായിരിക്കണം, നമ്മൾ പ്രോപ്പർലി ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും വേണം, ആൻഡ് നല്ല ഒരു പ്രോപ്പർ ഷെഡ്യൂൾ വെച്ച് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയുന്ന സമയത്തിനുള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ 10 അവേഴ്സ് എന്നതൊന്നും മാൻഡേറ്ററി അല്ല. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന്റെ ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇതൊക്കെ ആർക്കെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇപ്പം ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലിയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം ഒരുപാട് പേര് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വന്ന് ക്ലിയർ ചെയ്യാറുണ്ട്. അവർ ഡെഫിനറ്റ്ലി കുറച്ചുകൂടി ഡെഡിക്കേറ്റഡ് ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ വരുന്ന കേസുകളിൽ മിക്കവാറും പേര് നല്ല പ്രോപ്പർ ഷെഡ്യൂൾ കാണും. അവർക്ക് ആ എക്സാമിനെ കുറിച്ചുള്ള നല്ല നോളജ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ എക്സാമിന്റെ പാറ്റേൺ, ഏതൊക്കെയാണ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്, ഏത് ഏരിയസ് കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് എവിടെ നിന്നാണ് വരുന്നത്, ഇങ്ങനെയുള്ള ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർ നോളജ് ആ എക്സാമിനെ കുറിച്ച് നല്ലപോലെ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. നേരത്തെ പറഞ്ഞ ഒരു പ്രോപ്പർ ഷെഡ്യൂളും വെച്ച് പ്രോപ്പർ മെറ്റീരിയലും വെച്ച് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ഇത്. ഓക്കെ സാർ, പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കോച്ചിങ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ക്ലിയർ ചെയ്യാൻ പറ്റൂ? അപ്പോൾ ഈ കോച്ചിങ്ങിനെ പറ്റിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? പക്ഷേ ഇവിടെ ആക്ച്വലി ഒരു കോച്ചിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അത് മാത്രമല്ല കോച്ചിങ്. ഇപ്പം നിങ്ങൾ സ്വന്തം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു നല്ല ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ വരെ നിങ്ങൾ നോർമലി അച്ചീവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇത്രയും കൂടെ ഫാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് അതേ റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു എനിക്ക് തോന്നുന്നു നമുക്ക് കോച്ചിങ് എന്ന് പറയുമ്പോൾ തന്നെ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ഗൈഡൻസ് പോലെ തന്നെ റിസോഴ്സസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ മെറ്റീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ആ ഒരു റിസോഴ്സസ് കിട്ടാൻ വേണ്ടി ആയാലും ശരി, മോക്ക് ടെസ്റ്റുകളായാലും ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു കണ്ടന്റ് വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു കോച്ചിങ് വേണം എന്ന് തോന്നും. ബട്ട് അതർവൈസ് നമുക്ക് മോർ ദാൻ കോച്ചിങ്, ഇപ്പം മിസ് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മെന്റർഷിപ്പ് കിട്ടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിന്റെ കൂടെ കറക്റ്റ് മെറ്റീരിയൽ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും വിത്ത് കോച്ചിങ് ആണെങ്കിൽ. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഹൈ ലെവൽ ഇംഗ്ലീഷ് ഒക്കെ അറിയണ്ടേ എക്സാം ക്ലിയർ ചെയ്യാൻ? വേണോ സർ ഹൈ ലെവൽ ഇംഗ്ലീഷ്? ക്ലർക്ക് കൂടാതെ ഒരു ഓഫീസറോട് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ SBIയുടെ PO ഓഫീസ് എന്നൊക്കെ പറയുമ്പോൾ പലർക്കും തോന്നുന്നു ഓഫീസറല്ലേ വലിയ ഇംഗ്ലീഷ് ഒക്കെ അറിയണ്ടേ എന്ന് തോന്നാറുണ്ട്. ആക്ച്വലി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്കവിടെ എക്സാമിന്റെ ഇടയ്ക്കുണ്ട്. ആക്ച്വലി ആ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ 10th വരെ പഠിക്കുന്ന അതേ ഗ്രാമർ, റീഡിംഗ് കോംപ്രഹെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആക്ച്വലി അവിടെ മാറ്റർ ചെയ്യുന്നത്. അല്ല നമ്മൾ അവിടെ വലിയ ഇംഗ്ലീഷിലുള്ള ലാംഗ്വേജ് സ്കിൽസ് വേണം എന്ന് നിർബന്ധമില്ല. നമുക്ക് വരുന്നില്ല. നമുക്ക് പ്രോപ്പർ ഈ പറഞ്ഞ ഒരു ഇംഗ്ലീഷിലുള്ള 10th വരെയുള്ള ഒരു പ്രോപ്പർ സ്റ്റഡി നമുക്ക് ഉണ്ടെങ്കിൽ, ഗ്രാമറിന്റെ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, റീഡിംഗ് കോംപ്രഹെൻഷൻസ് നമ്മൾ പണ്ട് സ്കൂളിൽ ഒരുപാട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒരു കറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊമേഴ്സ് ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിലല്ലേ എക്സാം എഴുതാൻ പറ്റൂ? സോ അങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ട്. ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഫിനാൻസ് ആണ്. അപ്പോൾ ഫിനാൻസ്, കൊമേഴ്സ്, അതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് വേണം, അത് പഠിച്ചു ഈവൻ ഡിഗ്രി അതായിരിക്കണം എന്ന് ചോദിക്കുന്നവരുണ്ട്. ബാങ്ക് എക്സാംസിന്റെ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് എക്സാംസിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, ആ ഒറ്റ ലൈൻ. അപ്പോൾ അതിൽ ക്ലിയർലി മെൻഷൻഡ് ആണ് നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും.
ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 10th വരെ പഠിക്കുന്ന ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്കിൽസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ലൈക്ക് ഒരു ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ക്വാളിഫിക്കേഷൻ അതൊന്നും വേണമെന്ന് നിർബന്ധമില്ല. ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും എക്സാംസ് ഡെഫിനറ്റ്ലി ഇത് പഠിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മൾ കേട്ട് നമ്മുടെ ആക്ച്വൽ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ റിക്വയർമെന്റ് ഒന്നും പറയുന്നില്ല. ഇത് ആൾക്കാരെ പേടിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളതുണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് വിളിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് വിളിക്കാറുണ്ട്. അതിന് പറയാറുണ്ട് അഗ്രികൾച്ചർ വേണം, അല്ലെങ്കിൽ ലോ പഠിച്ചിട്ടുണ്ടായിരിക്കണം, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ അതിന് നമുക്കത് വേണം. പക്ഷെ അല്ലാത്തൊരു കേസിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കത് നോട്ടിഫിക്കേഷൻ പോലും പറയുന്നില്ല. ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇതൊക്കെ കുറെ റൂമേഴ്സ് ആണ്. ഇതൊക്കെ വെറുതെ നമ്മുടെ സ്റ്റുഡൻസിനെ പേടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കുറെ റൂമേഴ്സ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പഠിച്ചാലും കട്ട് ഓഫ് ഹൈ ആയിരിക്കില്ലേ? ഫസ്റ്റ് ഒരു നെഗറ്റീവ് തോട്ടിലാണ്. അത് എനിക്കൊന്ന് SBI എക്സാംസിനെ കുറിച്ചായിരിക്കും അത് ഏറ്റവും കൂടുതൽ. SBI ഭയങ്കര പാടാണ്, കട്ട് ഓഫ് ഭയങ്കര കൂടുതലാണ്. കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വേക്കൻസിന്റെ മേളിൽ ഡിപ്പെൻഡ് ചെയ്യും. വേക്കൻസി ഒരുപാടുണ്ടെങ്കിൽ കട്ട് ഓഫ് കുറവായിരിക്കും. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കാൻഡിഡേറ്റ്സിന്റെ മേളിൽ. ചിലപ്പം എഴുതാൻ കാൻഡിഡേറ്റ്സ് കുറവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് കട്ട് ഓഫിൽ ഡെഫിനറ്റ്ലി ഒരു വേരിയേഷൻ വരും. കാൻഡിഡേറ്റ്സ് കൂടുതലാണെങ്കിൽ ഒരു വേരിയേഷൻ വരും. സോ ഈ കട്ട് ഓഫ് എന്നുള്ള ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സാമിന്റെ ടഫ്നെസ് ലെവൽ ഉണ്ട്, എഴുതുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്, വേക്കൻസിന്റെ നമ്പേഴ്സ് ഉണ്ട്. സോ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇനി നമ്മൾ പ്രോപ്പർലി കട്ട് ഓഫിനെ കുറിച്ച് തന്നെ പറയുവാണെങ്കിൽ തന്നെ നമ്മുടെ SBIയുടെ കട്ട് ഓഫ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ SBI ഇപ്പോൾ പിയുടെ കട്ട് ഓഫ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു 65 ഒക്കെയാണ് പ്രീവിയസ് കട്ട് ഓഫ് നോക്കി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 100 വരുന്നത്. നമ്മുടെ പല എക്സാംസിനെയും കട്ട് ഓഫ്, വേറെ പല എക്സാംസിനെയും കട്ട് ഓഫ് അതിന്റെ മേളിലാണ്. അപ്പോൾ നമ്മുടെ റിസർവ് ബാങ്കിന്റെ കട്ട് ഓഫ് അതിനേക്കാളും മേളിലാണ്, നമ്മുടെ IPS ക്ലർക്കിന്റെ കട്ട് ഓഫ് അതിനേക്കാളും മേളിലാണ്. സോ കട്ട് ഓഫ് എന്ന് പറയുന്ന ഫാക്ടർ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുടെ മേളിലാണ്. ഒരിക്കലും കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിരിക്കും എന്ന് വിചാരിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവൻ നമ്മൾ SBIയുടെ കാര്യം പറയുവാണെങ്കിൽ SBIയുടെ കട്ട് ഓഫ് ബാക്കിയുള്ള എക്സാമിനേക്കാളും കമ്പാരിറ്റീവ് കുറവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അപ്പോൾ കട്ട് ഓഫിനെ പേടിച്ച് ആരും പഠിത്തം തന്നെ നിർത്തി പോകേണ്ട കാര്യമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഡ്വാൻസ് ലെവൽ മാത്സ് ഒക്കെ പഠിക്കണ്ടേ? അതൊരു വളരെ എനിക്കൊന്ന് ബാങ്ക് എക്സാംസിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പേടിക്കുന്നത് മാത്സ് എന്ത് ചെയ്യും എന്ന്. ഇംഗ്ലീഷ് റീസണിങ് ഹാൻഡിൽ ചെയ്യാം, മാത്സ് എന്ത് ചെയ്യും. പക്ഷെ ഒന്ന് ഇപ്പം മിസ് പറഞ്ഞ ആ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ചോദിച്ച ക്വസ്റ്റ്യനുണ്ട്, അഡ്വാൻസ് ലെവൽ മാത്സ് ഒക്കെ പഠിക്കണ്ടേ? നമ്മുടെ അഡ്വാൻസ് ലെവൽ മാത്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഓൾജബ്ര, ട്രിഗ്നോമെട്രി, ജോമെട്രി, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, കോർഡിനേറ്റ് ജോമെട്രി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. നമ്മൾ പണ്ട് സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വലി നമ്മുടെ ബാങ്ക് എക്സാംസിനാണ് ഇതൊന്നും പഠിക്കാൻ ഇല്ലാത്തത്. നമ്മുടെ ഇപ്പോൾ റെയിൽവേ എക്സാം എടുക്കുവാണെങ്കിലും SSC എക്സാം എടുക്കുവാണെങ്കിൽ ഈ അഡ്വാൻസ് മാത്സ് എന്ന് പറയുന്ന ഏരിയ തന്നെ ഉണ്ട്. പക്ഷെ നമുക്കിവിടെ ബാങ്ക് എക്സാംസിലേക്ക് വരുമ്പോൾ നമുക്ക് ആക്ച്വലി അരിത്മെറ്റിക് ടോപ്പിക്സ് മാത്രം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 10th ക്ലാസ് വരെയുള്ള അരിത്മെറ്റിക് ടോപ്പിക്സിന്റെ ടോപ്പിക്സ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. ആ ചാപ്റ്റേഴ്സും നല്ല നോളജ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ആക്ച്വലി വരുന്നത്. സോ അഡ്വാൻസ് ലെവൽ മാത്സ് നിങ്ങൾ പേടിക്കണ്ട, കാരണം അത് നമ്മുടെ സിലബസിലേ വരുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരുപാട് വർഷത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടി വരുമോ? കറണ്ട് അഫയേഴ്സ് നമ്മുടെ പ്രിലിംസിലില്ല, ബാങ്ക് എക്സാംസിന്റെ പ്രിലിംസിലില്ലല്ലോ. പ്രിലിംസ് ലെവലിൽ നമുക്ക് അങ്ങനെ വരുന്നില്ല. നമുക്ക് മെയിൻലി വരുന്ന മെയിൻസ് ലെവലിൽ വരുമ്പോഴാണ് വരുന്നത്. അവിടെ നമുക്ക് ഈ ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, ഇങ്ങനെ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ജനറൽ നോളജ് വേണം അത്യാവശ്യം. എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക്ക് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. പിന്നെ അത് കൂടാതെ കറണ്ട് അഫയേഴ്സ് ആണ് എല്ലാവരും ഒരു ഡൗട്ടായിട്ട് ചോദിക്കുന്നത്. ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷത്തെ, ഇപ്പോൾ കമന്റിൽ തന്നെ ചോദിച്ചെങ്കിൽ ഒരുപാട് വർഷത്തെ ഈ പറഞ്ഞ കറണ്ട് അഫയർ വേണം. ഒരുപാട് വർഷമൊന്നും വേണ്ട. നമ്മൾ എക്സാമിന് തൊട്ട് നമ്മൾ ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെയുള്ള 6 to 12 months കറണ്ട് അഫയേഴ്സ് മാത്രമേ ആക്ച്വലി നമുക്ക് വേണ്ടിയത്. പിന്നെ ഈ ഒരു പീരീഡിലുള്ള ഫിനാൻഷ്യൽ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ബാങ്കിങ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യൽ നോളജ് അല്ലേ, അതിനെ പറ്റിയിട്ട് അത് മാത്രമാണ് നിങ്ങൾ നമുക്ക് എക്സാമിന് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ വരുമ്പോൾ, ഇപ്പോൾ ഓഫീസിലുള്ള ഇന്റർവ്യൂ വരുമ്പോൾ അതിലും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു ഫിനാൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്, ആ ഒരു വർഷത്തെ വന്നിട്ടുള്ള അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര പഠിച്ചിട്ടും കാര്യമല്ല, ഭാഗ്യമുള്ളവർക്കേ കിട്ടുകയുള്ളൂ. ഭാഗ്യം ഒരു ഫാക്ടർ ആണോ സർ? നമ്മുടെ ഭാഗ്യം ആക്ച്വലി നമ്മൾ യൂഷ്വലി കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ എഫോർട്ട് ഇടുന്ന ആളെയാണ് ഭാഗ്യവും സഹായിക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, നല്ല മെറ്റീരിയൽസ് ഉണ്ട്, ഗൈഡ് ചെയ്യാൻ മെന്റേഴ്സ് ഉണ്ട്, ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇങ്ങനെ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ ആയിരിക്കും ഡെഫിനറ്റ്ലി ലക്കും സഹായിക്കാൻ പോകുന്നത്. നമ്മുടെ എക്സാമിൽ ചെല്ലുമ്പോൾ നമ്മളെല്ലാം കവേർഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ തന്നെ ക്വസ്റ്റ്യൻ വരുന്നതിനെയാണ് ലക്ക് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആ ലക്ക് ഡെഫിനറ്റ്ലി അവിടെ ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ്, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർ എക്സാമിന് വേണ്ടി ഇനിയിപ്പം നമുക്ക് ഇപ്പോൾ ഉടനെ തന്നെ SBIയുടെ എക്സാംസ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ജൂലൈ തൊട്ട് അങ്ങോട്ട് പിന്നെ ബാങ്ക് എക്സാംസ് ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുക. ആൻഡ് കഴിഞ്ഞ വർഷം നമ്മുടെ ഈ ഇൻഷുറൻസ് ഒരുപാട് വിളിച്ചു. പിന്നെ വരുന്ന വർഷവും ഇൻഷുറൻസിൻ്റെ ഒരുപാട് വേക്കൻസീസും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കുറേ ഒരു 10ഓളം ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സും കൺഫ്യൂഷൻസ് ഒക്കെ നമ്മളൊന്ന് മാറ്റി വെച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് തന്നെ നമുക്ക് ആക്ച്വലി ഒരു പ്രോപ്പർ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ഇതെല്ലാം മൈൻഡിൽ വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പേടിയും ഇതൊക്കെ നടക്കുമോ എന്ന് തോന്നുന്നത്, ഇങ്ങനെ നടക്കുമോ എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസിന്റെ പാർട്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡൗട്ട് വരുന്നത്. പക്ഷേ ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർ പ്ലാൻ, പ്രോപ്പർ ഷെഡ്യൂൾ, ഒരു സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ, പ്രോപ്പർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരുന്ന വർഷം അല്ലെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പം പറഞ്ഞ എക്സാംസിനെ കുറിച്ച് ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടെ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമിനെ കുറിച്ച് അറിയണം, നിങ്ങളിപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ ഐ തിങ്ക് നമുക്ക് അത്യാവശ്യം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതേപോലത്തെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഡിസ്കഷൻസ് നടക്കും, നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഈ വരുന്ന എക്സാമിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതെന്ന് എല്ലാവരും വിഷ് ചെയ്യുന്നു. താങ്ക് യു.